എല്ലാവർക്കും കുഞ്ഞാമിനാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മളെ ക്രിസ്മസ് ഡേ വന്നെത്തിയില്ലേ. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ കേക്കിൻ്റെ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു നല്ലൊരു ബട്ടർ കുക്കീൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ അവനൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഒരു ബട്ടർ കുക്കി നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളുടെ കുക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. കറക്റ്റ് നമ്മൾ മെഷറിംഗ് കപ്പ് യൂസ് ചെയ്തിട്ട് അളന്നെടുത്തോളൂ, അല്ലെങ്കിൽ ആ ഇൻഗ്രീഡിയൻസിൻ്റെ അളവിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിൽ ചിലപ്പോൾ ഈ കുക്കിനെ ബാധിക്കും. നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമ്മൾ ഒരു ഗ്രൈൻഡറിലിട്ടിട്ട് നന്നായി പൊടിച്ച ശേഷം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും തരികളുണ്ടെങ്കിൽ നമ്മളൊരു അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളെ പഞ്ചസാര ഇതിലിങ്ങനെ കടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മളിതിലേക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബട്ടർ ചേർത്ത് കൊടുക്കണം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 150 ഗ്രാം ബട്ടറാണ്. ഇപ്പോൾ നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടാണെങ്കിൽ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് മുമ്പ് തന്നെ അത് പുറത്തേക്ക് ഇറക്കി വെക്കണം. അതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇതിങ്ങനെ കട്ടായിട്ട് കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായി മെൽട്ടാക്കുക, അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ആ ഒരു ടൈമിൽ ഇട്ട് കൊടുത്താലും മതിയാവും. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ബട്ടർ വെച്ചിട്ട് നമ്മൾ ഇതൊരു ചപ്പാത്തി മാവ് പോലെ കുഴച്ചെടുക്കണം. അപ്പോൾ നന്നായി കൈകൊണ്ട് കുഴച്ചെടുക്കുക, എന്നാൽ മാത്രമേ നമ്മളുടെ ആ ഒരു ഡോ ആയിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ കട്ടകളൊക്കെ പൊടിഞ്ഞ് കിട്ടണമെങ്കിൽ കൈകൊണ്ട് ആക്കി കൊടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് കാട്ടി തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് സ്പൂൺ യൂസ് ചെയ്ത് നമ്മൾ കൈകൊണ്ട് തന്നെ ഇത് കുഴച്ചെടുക്കണം. അപ്പോൾ അത് കുഴക്കുമ്പോൾ കയ്യിൽ പറ്റി പിടിക്കാതിരിക്കാൻ നമ്മൾ കയ്യിൽ അല്പം എണ്ണ തടവുന്നത് നന്നായിരിക്കും, അല്ലെങ്കിൽ മാവ് കംപ്ലീറ്റ് നമ്മളെ കയ്യിൽ ഒട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇതൊരു വലിയൊരു ബൗളിലിട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ഈ ഒരു ബൗളിലിട്ടിട്ട് കുഴക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ കുറച്ച് അധികം സ്പേസ് എടുത്തിട്ട് അതിലിട്ടിട്ട് നല്ല സോഫ്റ്റ് ആവുന്ന രീതിയിൽ കുഴച്ചെടുക്കാണ് കേട്ടോ ചെയ്യുന്നത്. ഫൈനലി നമുക്കിതിലേക്ക് ഒരു ചേരുവ കൂടി ചേർക്കാനുണ്ട് കേട്ടോ. നമ്മളുടെ കോഴിമുട്ടയുടെ മഞ്ഞയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ മഞ്ഞ അല്ലെങ്കിലും ഒരു കോഴിമുട്ട കംപ്ലീറ്റ് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് ശരിക്കും നമ്മളുടെ ഒരു മാവ് പരുവത്തിലാക്കി എടുക്കണം. കൈ കൊണ്ട് നന്നായി ഇങ്ങനെ കുഴച്ചിട്ട് വേണം കേട്ടോ അങ്ങനെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും കേക്കാണല്ലോ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ കഴിഞ്ഞ കൊല്ലം കുറേ ഫിലിംസ് കണ്ടിട്ടുണ്ടായിരുന്നു, ഇംഗ്ലീഷ് മൂവി, ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള മൂവീസ് ആയിരുന്നു കേട്ടോ. നെറ്റ്ഫ്ലിക്സിൽ നിന്നാണ് കണ്ടത്. അപ്പോൾ അതിൽ വലിയ ആൾക്കാരായാലും കുട്ടികളായാലും ക്രിസ്മസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുന്നത് എന്തിനാ വെച്ചാൽ കുക്കീസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ കുട്ടികൾ വരെ കുക്കീസ് ഇങ്ങനെ പല ഷേപ്പിലുള്ള ആ അച്ചുകളൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടാക്കുന്നത് കണ്ട്. അപ്പോൾ ഞാനങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു അന്ന്, അപ്പോൾ നമുക്ക് കുക്കീസ് ഉണ്ടാക്കാം അല്ലേ ക്രിസ്മസിന്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം എനിക്ക് അതിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം എനിക്ക് ഇതിൻ്റെ ബിസ്ക്കറ്റിൻ്റെ അച്ചൊന്നും കിട്ടിയിട്ടില്ലാത്ത കാരണം ഇപ്രാവശ്യം കട്ടറൊക്കെ കിട്ടി. അപ്പോൾ ഞാനത് വാങ്ങിയ കാരണം ഞാൻ ആലോചിച്ചു, അപ്പോൾ കേക്കിൻ്റെ കൂടെ കുക്കിയും കൂടി ആയാൽ സംഭവം നൈസ് ആവില്ലേ എന്ന് വിചാരിച്ച് അങ്ങനെയാണ് കേട്ടോ ഈ കുക്കിയുടെ റെസിപ്പി ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളുടെ മാവ് ഇപ്പോൾ കറക്റ്റ് പരുവായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവർ വിരിക്കുക, എന്നിട്ട് നന്നായി ഇതേപോലെ ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. എന്നിട്ട് നമ്മളൊരു കട്ടർ യൂസ് ചെയ്തിട്ട് ഇതിങ്ങനെ അതേ ഷേപ്പിൽ ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഷേപ്പിൽ കിട്ടണമെങ്കിൽ നമുക്ക് ഇതേപോലെ കുക്കി കട്ടറൊന്നും വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമുക്കൊരു കത്തി ഉണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാൻ കഴിയും. പിന്നെ നിങ്ങൾക്ക് ഇതേപോലത്തെ കുക്കി കട്ടർ വേണമെങ്കിൽ നല്ല ചീപ്പ് റേറ്റാണ്, നമ്മൾ ആമസോണിൽ ഇത് അവൈലബിൾ ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ബിസ്ക്കറ്റിൻ്റെ ആ കുക്കിയുടെ അതും കൂടി നമുക്ക് ഇതേപോലെ മുറിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാ കുക്കീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു ലൈൻസ് വരുത്താൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് അതൊന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യണ നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് കുക്കീസ് അതുപോലെ അങ്ങനെ ലൈൻസ് വരുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ അവനിലല്ല അത് ബേക്ക് ചെയ്യുന്നത്, നമ്മളൊരു അലുമിനിയത്തിൻ്റെ ഒരു പാത്രത്തിലാണ് കേട്ടോ അത് ബേക്ക് ചെയ്തെടുക്കുന്നത്. നമ്മളുടെ അടുപ്പിൽ വെച്ചിട്ട് അത് എങ്ങനെയാണെന്ന് കാട്ടിത്തരാം.
അപ്പോൾ നമ്മൾ കുറച്ച് വലുപ്പമുള്ള ഒരു അലുമിനിയത്തിൻ്റെ പാത്രം എടുക്കുക, അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്താലും മതിയാവും. നെക്സ്റ്റ് അതിൻ്റെ മുകളിൽ നമ്മൾ ഉപ്പ് വിതറി കൊടുക്കുക, കല്ലുപ്പോ അല്ലെങ്കിൽ നമ്മളുടെ നോർമൽ കറികളിലൊക്കെ ഇടുന്ന ഉപ്പായാലും മതിയാവും. ദെൻ അതിലൊരു നമ്മളൊരു റിങ് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പാത്രം കമഴ്ത്തി ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ഈ ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള ഈ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുക. നെക്സ്റ്റ് ഇത് നമ്മൾ മൂടി വെച്ചിട്ട് മിനിമം 20 മിനിറ്റ്സ് നമ്മൾ ബേക്ക് ചെയ്യണം, ലോ ഫ്ലെയിമിലിട്ടിട്ട് കേട്ടോ. അങ്ങനെ നമ്മളുടെ ബട്ടർ കുക്കി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസിയാണ് ഉണ്ടാക്കാനും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ അത് കഴിക്കാനും. പിന്നെ എന്താണ് പ്രത്യേകം ഓർമ്മിക്കേണ്ടതെന്ന് വെച്ചാൽ, ആദ്യത്തെ തവണ നമ്മൾ കുക്കി ഉണ്ടാക്കുമ്പോൾ ഇത് ചൂടായിരുന്നില്ലല്ലോ പാത്രം. അപ്പോൾ ഫസ്റ്റ് ടൈം ആകുമ്പോൾ അത് കുറച്ച് കൂടുതൽ ടൈം എടുക്കും. അപ്പോൾ ഒരു അരമണിക്കൂറിൽ കൂടുതൽ എടുക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യമൊക്കെ നമ്മൾ ബിസ്ക്കറ്റ് അപ്പോൾ തന്നെ അടുത്ത പാത്രങ്ങൾ വെച്ച് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ദെൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.